മന്ത്രിസഭ അംഗീകരിച്ച നിയമസഭാ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ട ഭൂപതിവ് നിയമ ഭേദഗതി ചട്ടത്തിൽ എല്ലാ വീടുകളും ക്രമവൽക്കരിക്കണമെന്ന് നിർദ്ദേശം. ഇത് മലയോര ജില്ലയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തൽ. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളും സ്വതന്ത്ര കർഷക സംഘടനകളും ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. നിലവിലുള്ള വീടുകൾ ക്രമവൽക്കരിക്കേണ്ടെന്നും ഹോം സ്റ്റേകളും ചെറുകിട വാണിജ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവയും മാത്രം 50 രൂപ അപേക്ഷാ ഫീസ് അടച്ച് ക്രമവൽക്കരിച്ചാൽ മതിയെന്നുമാണ് ചട്ടത്തിലെ നിർദ്ദേശമെന്നായിരുന്നു കേരള കോൺഗ്രസ് എം ഉൾപ്പെടെയുള്ള ഇടത് രാഷ്ട്രീയ പാർട്ടികളുടെ വാദം. എന്നാൽ കഴിഞ്ഞ ദിവസം സബ്ജക്ട് കമ്മിറ്റി അംഗങ്ങൾക്ക് വിശകലനത്തിനായി നൽകിയ 28 പേജുള്ള ചട്ടത്തിലെ 5-ാം പേജിൽ നിർദ്ദേശം 3.1 ഇതേക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. പതിച്ചു നൽകിയ ഭൂമിയിലെ 3000 ചതുരശ്ര അടി വരെയുള്ള വാണിജ്യ നിർമ്മിതികളും എല്ലാ വീടുകളും പൊതു ആവശ്യങ്ങൾക്കുള്ള എല്ലാ നിർമ്മാണങ്ങളും എല്ലാ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ക്രമവൽക്കരിക്കണമെന്നാണ് നിർദ്ദേശം. വീടുകളുടെയും മറ്റ് നിർമ്മിതികളുടെയും ക്രമവൽക്കരണത്തിനായി അപേക്ഷയോടൊപ്പം പട്ടയം അല്ലെങ്കിൽ പതിവ് ഉത്തരവ് എന്നിവയുടെ പകർപ്പ് വേണമെന്ന് ചട്ടത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. എന്നാൽ പതിറ്റാണ്ടുകൾക്ക് മുൻപ് ലഭിച്ച പട്ടയങ്ങൾ നഷ്ടപ്പെട്ട നിരവധി കുടുംബങ്ങൾ ജില്ലയിലുണ്ട്. ഇവരിൽ പലരുടെയും പട്ടയത്തിന്റെ രേഖകൾ താലൂക്ക് ഓഫീസുകളിലും ലഭ്യമല്ല. LA നമ്പർ ഇല്ലാത്തതിനാൽ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നതിനും നിയമ തടസ്സങ്ങൾ ഏറെയാണ്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. ചരിത്രത്തിൽ നമ്മൾ തുക്ലക്കിൻ പരിഷ്കാരം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു ഭരണാധികാരി നടത്തുന്ന തെറ്റായ അല്ലെങ്കിൽ ജനവിരുദ്ധമായ ഒരു പരിഷ്കരണ നടപടിയാണ് കളിയാക്കിക്കൊണ്ട് തുക്ലക്കിൻ പരിഷ്കരണം. അക്ഷരാർത്ഥത്തിൽ ഇടുക്കിയിൽ ഇടതുപക്ഷ ഗവൺമെന്റ് 2023 ഭൂപതിവ് ചട്ടത്തിലൂടെ നടപ്പിലാക്കിയിരിക്കുന്നത് തുക്ലക്കിൻ പരിഷ്കാരത്തെ വെല്ലുന്ന ജനവിരുദ്ധമായ നിയമമാണ്. ഈ സാഹചര്യത്തിൽ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള കൈവശാവകാശ രേഖയും കരമടച്ചതിന്റെ രസീതും മാത്രം സ്വീകരിച്ച് ക്രമവൽക്കരണം നടത്തണമെന്ന് ആവശ്യവും ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.